തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾ മരിച്ചു. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന രാധികയാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത് തൃക്കാക്കരയിലാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഡെങ്കിപ്പനി ബാധിച്ച തൃക്കാക്കരയിൽ ഒരാൾ മരിച്ചിരിക്കുന്ന സാഹചര്യം, പ്രദേശത്തെ ഡെങ്കിപ്പനിയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? ഈ മരിച്ച രാധിക എത്ര ദിവസമായി രോഗബാധിതയായിരുന്നു? എത്ര രോഗികൾ നിലവിൽ ഡെങ്കിപ്പനി ബാധിതരായിട്ടുണ്ട്? സംഗീത, മഴക്കാല രോഗങ്ങൾ തൃക്കാക്കരയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും തൃക്കാക്കരയിൽ ഡെങ്കു സംസ്ഥാനത്ത് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത ഒരു ഇടം കൂടിയായിരുന്നു തൃക്കാക്കര. എന്നാൽ അന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അതിൻ്റെ തുടർചലനം എന്ന വണ്ണം ഇത്തവണയും ഡെങ്കു പനി അവിടെ വർദ്ധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഡെങ്കു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാധികയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 44 വയസ്സായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃക്കാക്കരയിലെ കളമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഇവർ മരണപ്പെട്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെങ്കു മരണങ്ങൾ കഴിഞ്ഞ വർഷവും തൃക്കാക്കരയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇത്തവണയും ഒരു ഡെങ്കു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഡെങ്കു പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണവും തൃക്കാക്കരയിൽ കൂടി വരികയാണ്. അതിനുവേണ്ട നടപടികൾ തൃക്കാക്കര നഗരസഭയോ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗമോ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ജനങ്ങൾക്കുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മരണം കൂടി അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഗീത. ശരി സഹിൻ, തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾ മരിച്ചിരിക്കുന്നു. ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണെന്ന അറിവ് നൽകുന്ന ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 44-കാരിയായ രാധികയാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതും തൃക്കാക്കരയിലാണ്. സഹിനാണ് വിവരങ്ങൾ നൽകിയത്.